മാസപ്പടി കേസിൽ സുപ്രധാന തെളിവുകൾ ഇഡിക്ക് ലഭിച്ചു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ചോദ്യം ചെയ്യലിനായി ടി വീണയെ വിളിപ്പിക്കും. CMRL ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യും. ഇഡി നടപടിക്കെതിരെ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് CMRL. വിവരങ്ങൾക്കായി കൊച്ചിയിലേക്ക് പോകാം. ഷീന മാർട്ടിൻ വിവരങ്ങൾ നൽകും. ഷീന, അപ്പോൾ CMRL വീണ്ടും കോടതിയിലേക്ക് പോകുന്നു എന്നതിനപ്പുറത്ത് ഏറ്റവും സുപ്രധാനമായ ചില വിവരങ്ങൾ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കേസിന്റെ തുടർ നടപടികൾ, അത് ടി വീണയെ കൂടുതൽ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഉടൻ കടക്കാനുള്ള സാധ്യത എത്രത്തോളം സുപ്രധാനമായ വിവരങ്ങൾ ലഭിച്ചു എന്നാണ് സൂചന? ഷീന. കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിൽ മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും പിണറായി വിജയന്റെ വീട്ടിലും വീണയുടെ വീട്ടിലും നടന്ന റെയ്ഡിൽ രേഖാമൂലം ഇഡിയുടെ പക്കൽ നിന്നും എഴുതി വാങ്ങിയിരുന്നത് ഒന്നും ലഭ്യമായിരുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് CPM പ്രധാനമായി ഉയർത്തിക്കാട്ടിയിരുന്ന ഒരു ആരോപണം, അല്ലെങ്കിൽ പ്രധാനമായും ഉയർത്തിക്കാട്ടി പ്രതിഷേധം ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇഡി ഡയറക്ടറേറ്റിന് മുന്നിൽ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് സുപ്രധാനമായ തെളിവുകൾ ലഭിച്ചിരുന്നു. കഴിഞ്ഞ ഇതിനു മുൻപ്, അതായത് ഇത്തരത്തിൽ ഇഡി സെർച്ചിന് വരുന്നതിന് തൊട്ട് മുൻപായി ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറുടെ അടക്കം 5 പേരുടെ മൊഴി ഇഡി രേഖപ്പെടുത്തിയിരുന്നു. ആ മൊഴിയെ സാധൂകരിക്കുന്ന തെളിവുകൾ അത് തങ്ങൾക്ക് ആധികാരികമായി ലഭ്യമായിട്ടുണ്ട്. ആ തെളിവുകൾ വെച്ചുകൊണ്ട് തുടരന്വേഷണം നടത്തണം എന്നാണ് ഇഡി ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഡയറക്ടറേറ്റിനെ ധരിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ തുടരുകയാണെങ്കിൽ, ഈ അന്വേഷണം തുടരേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, ഇത് ഡയറക്ടറേറ്റിന് ബോധ്യമായാൽ ഉടനെ തന്നെ വീണയെ വിളിപ്പിക്കേണ്ടി വരും. വീണയുടെ മൊഴിയിൽ കഴിഞ്ഞ ദിവസം വീണയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ ആ മൊഴി ഇഡി വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഡി കൂടുതൽ തെളിവുകൾ ശേഖരിക്കണം, കൂടുതൽ മൊഴിയെടുപ്പ് നടത്തേണ്ടതുണ്ട്. ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ വീണയെ തീർച്ചയായും ഇഡി ഓഫീസിലേക്ക് വിളിപ്പിക്കാനാണ് ഇത്തരത്തിൽ സമൻസ് നൽകാൻ ഇഡി ആലോചിക്കുന്നത്. അതിനുള്ള ഡയറക്ടറേറ്റിന്റെ ഉത്തരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇഡി ഉദ്യോഗസ്ഥർ. ആ ഉത്തരവ് ലഭ്യമായാൽ ഉടൻ വീണയെ വിളിപ്പിക്കും. അതിനുശേഷം മൊഴിയെടുപ്പ് ഉണ്ടാവും, തുടർ നടപടികളിലേക്ക് കടക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിട്ടുള്ള പ്രതിഷേധങ്ങളോ അതുപോലെ തന്നെ സാഹചര്യ സംഭവങ്ങളോ ഒന്നും തന്നെ വിലയിരുത്തേണ്ടതില്ല, അതിനെ ഒന്നും വകവെക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ഇഡിയുടെ നിലപാട്. അന്വേഷണവുമായി മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് ഇഡിയുടെ നിലപാട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് CMRLന്റെ അഭിഭാഷകർ ഇപ്പോൾ ഒരു ഹർജി ഹൈക്കോടതിയിൽ സമീപിക്കാൻ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നത്. കാരണം നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ 2 ദിവസമായി ഹൈക്കോടതി അവധിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഹർജി സമർപ്പിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് അതിലൊരു നടപടി ഉണ്ടാക്കുക എന്നുള്ളത് സാധ്യമായിട്ടുള്ള കാര്യമല്ല. ഇന്ന് ഹൈക്കോടതി പ്രവർത്തന ദിവസമാണ്. അപ്പോൾ ഇന്ന് എത്രയും വേഗം അടിയന്തരമായി ഈ ഹർജി ഇഡിയുടെ അന്വേഷണം മരവിപ്പിക്കണം, അല്ലെങ്കിൽ ഇഡിയുടെ അന്വേഷണം നിർത്തിവെക്കണം എന്നുള്ള ഹർജിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് CMRLന്റെ അഭിഭാഷകർ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് അടിയന്തരമായി ഈ ഹർജി പരിഗണിക്കണമെന്ന ആവശ്യം ഹൈക്കോടതിയിൽ ഉന്നയിക്കും. പക്ഷേ കഴിഞ്ഞ ദിവസം തന്നെ ഇഡിയുടെ അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന ഹൈക്കോടതി ഉത്തരവ്, സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് വന്ന ദിവസം തന്നെ ഇത് മരവിപ്പിക്കണം, ഇത് നിർത്തിവെക്കണം എന്നുള്ള ആവശ്യം CMRLന്റെ അഭിഭാഷകർ ഉന്നയിച്ചിരുന്നു. പക്ഷെ അന്ന് അത് സിംഗിൾ ബെഞ്ച് തള്ളിക്കളയുകയായിരുന്നു. അതിനുശേഷം പിന്നീട് ഇന്നാണ് ഇത്തരത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ വീണയെയും അതുപോലെ തന്നെ CMRLന്റെ മറ്റു ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യേണ്ടി വരും, കൂടുതൽ മൊഴിയെടുപ്പിലേക്ക് കടക്കേണ്ടി വരും എന്നുള്ള ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാൻ CMRLന്റെ അഭിഭാഷകർ തയ്യാറായിട്ടുള്ളത്.